എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് എന്നാൽ പുറത്ത് പോയി കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനമാണ് പാനിപൂരി. അപ്പോൾ മക്കൾ കുറച്ച് ദിവസമായി പറയാണ് പാനിപൂരി വീട്ടിലൊന്നും ഉണ്ടാക്കിയല്ലോ എന്ന്. അപ്പോൾ അതാ എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചാട്ട് മസാലയും ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഉടച്ചെടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പാനീയങ്ങളൊക്കെ തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ആ ഗ്രീൻ കളർ പാനീയം ഉണ്ടാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ലേശം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്ത് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ഒരു അര നാരങ്ങയുടെ നീരും കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ജീരകപ്പൊടിയും ചാട്ട് മസാലയും പിന്നെ നമ്മുടെ വാളൻപുളി കഴക്കിയ വെള്ളം 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതാ ഈ ഒരു പരുവത്തിന് ലൂസാക്കി എടുക്കുക. ഇനി നമ്മുടെ വാളൻപുളി പിഴിഞ്ഞതിലേക്ക് നല്ല ചൂടുവെള്ളത്തിലിട്ട് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ്. ഇതിലേക്ക് ശർക്കരയും മുളക് പൊടിയും ചാട്ട് മസാലയും ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതാ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിനൊക്കെ ഉപ്പും എരിയും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയേക്കണേ. അപ്പോൾ അതായത് ഇതെല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ പാനിപൂരിക്ക് വേണ്ട ബോൾസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ബോൾസ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയതാണ്. ബോൾസായിട്ടല്ല, അത് നമ്മൾ വാങ്ങിച്ച് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് മില്ലറ്റിൻ്റെ ബോൾസാണ് കേട്ടോ. അതിൽ മില്ലറ്റ് എന്നാണ് എഴുതിയിരുന്നത്, മൈദയുടെ അല്ല. നല്ല ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ ബോൾസിൻ്റെ മധ്യഭാഗം ഒന്ന് ഹോളാക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് മസാലയില്ലേ അത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കടലയും കൂടെ വേവിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ പച്ച പാനീയം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആ മിക്സറിൻ്റെ കുറച്ച് ബൂന്തിയും കൂടെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ പുളിവെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴിച്ചുടനെ തന്നെ ഇത് വായിലേക്ക് ഇടണം കേട്ടോ. ഞാൻ ഒഴിച്ചുടനെ തന്നെ അത് വായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ലൂസായിപ്പോൾ. ഇതിൽ കുറച്ച് മിക്സറിൻ്റെ ഐറ്റംസ് വെച്ച് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിലേക്ക് നേരെ വായിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീണ്ടും കാണാം.